നവരാത്രി മൂന്നാമത്തെ നാൾ ഇന്നത്തെ നൈവേദ്യം എന്നെല്ലാമാക്കും പാക്കലാം. മിളക് ചാതം, കുരുമുളക് കൊണ്ട് ചാതം, വേർക്കടല ചുണ്ടൽ, അവൽ പുട്ട്. കപ്പലണ്ടി ഇല്ലാട്ടന്ന വേർക്കടല ചുണ്ടൽ പണർത്തക്ക് വേർക്കടല ഒരു 3 മണിക്കൂർ ഉമിഴ്ത്തി വെച്ച് നന്നാ അലമ്പി പ്രഷർ കുക്കറിൽ പോട്ടിട്ട് ജലം കൂടെ വിട്ട് ഒരു 5 വിസിൽ നന്നാ വേവിച്ച് എടുക്കരുത്. എന്നിട്ട് അതൊക്കെ താളിപ്പ് ചേർക്കறதுக்கு എണ്ണയിൽ நான் இங்கே വെളിച്ചെണ്ണയാക്കി എടുത്തിരിക്കேன். കടുകും കാഞ്ചമുളകായും പോട്ട് ഉഴുന്നുപരിപ്പ് 1 ടേബിൾ സ്പൂൺ പോട്ട് ഉഴുന്നുപരിപ്പ് നന്നാ ചുമந்து വരുമ്പം അതിൽ അവളോட ടേസ്റ്റുக்கு വിരുമ്പിനതാണ് പച്ചമുളകും കൊഞ്ചം കറിവേപ്പിലയും കൂടെ പോട്ടുക്കരുത്. പച്ചമുളക് കൂട്ടവോ കുറയ്ക്കുകയോ ചെയ്യല. അതിൽ കൊഞ്ചം തേങ്ങായ് ഒന്ന് വറുത്തെടുക്കറേൻ. അത് വേറൊരു ടേസ്റ്റിക്ക് വേണ്ടി അല്ലാട്ടന അവസാനം പച്ചയാവും പോടല. തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പം അതിൽ കൊഞ്ചം കായപ്പൊടിയും കാശ്മീരി ചില്ലിയൊക്കെ എടുത്തിരിക്കேன். അത് 1 ടീസ്പൂണും ഒരു ടീസ്പൂൺ വെള്ളം കൂടെ പോട്ടിട്ട് നന്നാ മിക്സ് ചെയ്ത് എടുക്കരുത്. എരിവ് കൂട്ടവും കുറയ്ക്കരുത്. അവളോட ടേസ്റ്റിക്ക് അനുസരിച്ച്. ഇപ്പോൾ വേർക്കടല നന്നാ വെന്തിരിക്ക്. അത് നന്നാ ഊറ്റിയെടുത്ത് അതും കൂടെ ഇതിൽ പോട്ട് മിക്സ് ചെയ്ത് അവളോட ടേസ്റ്റിക്ക് ഏത്തവാനോ ഉപ്പും കൂടെ പോട്ട് നന്നാ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് ചിന്ന തീയിൽ ഒന്ന് അതെല്ലാം ചേർന്ന് വറുത്തക്ക് വേണ്ടി കുക്ക് ചെയ്തെടുക്കരുത്. നന്നാ മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഉതിരായിരിക്കുകയും ചെയ്യും. നമുക്ക് വിളമ്പുകയും ചെയ്യலாம். നൈവേദ്യത്തേക്ക് ആദ്യം പണിയിരിക്കരുത് വേർക്കടല ചുണ്ടൽ. ഇനി അടുത്തത് மிளகு ரைஸிலாட்டனா കുരുമുളക് ചാതം എപ്പടി പണ്ടുறது பார்க்கலாம். അതൊക്കെ മിളക് എടുത്ത് റോസ്റ്റ് ചെയ്യണം. അപ്പം മിളക് അവൾക്ക് എരിവ് കുറഞ്ഞ് പോരുമാനം 1 ടേബിൾ സ്പൂൺ ചേർക്കരുത്. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുക. അതിൽ ഒരു ടീസ്പൂൺ ജീരകം കൂടെ പോട്ടിട്ട് മിളക് നന്നാ വെടിച്ചിട്ട് വേണം ജീരകം പോടുறதுக்கு. ഒന്ന് ജീരകത്തോടെ മണം വരുമ്പോൾ അതിൽ 1 ടേബിൾ സ്പൂൺ വെള്ള എള്ള് പോട്ടിരിക്കുക. വെള്ള എള്ളും ഒന്ന് നന്നാ മൂത്ത് വരുമ്പം നന്നാ തുടച്ച് ഈരമയമില്ലാതെ കരിവേപ്പിലയും കൂടെ 2-3 തണ്ട് പോടരുത്. വെള്ളമയം ഇരുന്ന് പിന്നെ വെള്ളമയം മാറുന്നത് വരെ വറുക്കേണ്ടി വരും. ജലം നന്നാ തുടച്ചെടുത്തിട്ട് നന്നാ ചൂടായി വരുമ്പം അത് മിക്സിയിൽ പോട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ പോട്ട് 1 ടീസ്പൂൺ വെള്ളം കൂടെ പോട്ട് അത് നന്നാ പൊടിച്ചെടുക്കരുത്. അതേ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കില്ല. ഇപ്പം ഇതുക്കും വെളിച്ചെണ്ണ തന്നെ എടുത്തിരിക്കാൻ. നല്ലെണ്ണ വേണം എന്നുള്ള ആൾക്ക് നല്ലെണ്ണ എടുക്കില്ല. 1 ടീസ്പൂൺ നെയ്യും കൂടെ പോട്ടിട്ട് കടുകും കാഞ്ചമുളകയും പോട്ട് നന്നാ പൊട്ടിക്കരുത്. കടുക് പൊട്ടി വരുമ്പം അതിലൊരു വേർക്കടല ഒന്ന് മൂത്തതിന് ശേഷം ഇത് പച്ച വേർക്കടലയാക്കും. അതുകൊണ്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും പൗഡർ ഇതെല്ലാം അവൾക്ക് ടേസ്റ്റിക്ക് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യല. പരിപ്പും ഒന്ന് ചിന്നതാ മൂത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് പോടുമ്പോൾ അപ്പോൾ എല്ലാം കറക്റ്റ് ചുമந்து വരും. അണ്ടിപ്പരിപ്പും കളറൊന്ന് മാറി വരുമ്പം അതിലെ കരിവേപ്പിലയും കായപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കറ്. ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയെ എണ്ണയിൽ വിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കരുത്. ഒന്ന് ചിന്നതാ എണ്ണ തെളിഞ്ഞ് വറുത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കരുത്. അപ്പോൾ എന്താ കുരുമുളകോടെ എല്ലാം എന്താ കുത്തൽ ടേസ്റ്റും ഒന്ന് മാറിക്കിട്ടും. അത് ബാലൻസ് ചെയ്യறதுக்காக ശർക്കര പോട്ടിരിക്കேன். നന്നാ വതക്കി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ചാതം വടിച്ച് വെച്ചിരിക്കുന്ന ചാതം തണുത്തതിന് ശേഷമാക്കും ആഡ് ചെയ്യാറ്. ഏകദേശം 4 കപ്പ് ചാതം ഇരിക്ക്. ചാതം ആഡ് ചെയ്ത് ഉപ്പും കൂടെ ചേർത്ത് നന്നാ മിക്സ് ചെയ്ത് എടുത്താൽ പോരും. മിളക് ചാതം ഇല്ലാട്ടന പെപ്പർ ചാതം ഇന്നിക്ക് ശനിക്കിഴമയും കൂടെ ആക്കും. അതുകൊണ്ടാക്കും മിളക് ചാതം പണ്ണിനെ.
നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കത് നൈവേദ്യത്തേക്ക് വെക്കും. അതും നല്ലതാ ഇതുപോലെ ഉതിരുതിരായിരിക്കണം. ചാതം വടിക്കുമ്പം അത് കുഴഞ്ഞു പോയിരപ്പെടാതെ ഇതുപോലെ ഉതിരുതിരായിട്ട് ചാതം വടിച്ചെടുക്കണം. നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മൾ മിക്സ് പണിയുന്നത്. ഇനി അടുത്തത് അവൽപ്പുട്ട്. എളുപ്പം നമുക്ക് പണ്ണപ്പറ്റാവുന്ന അവൽപ്പുട്ടാക്കാൻ കാണിക്കറൻ. 3 കപ്പ് ചുമന്ത അവലാക്കും എടുക്കറൻ. അത് ആദ്യം നന്നായി പൊടിച്ചെടുക്കരുത്. അതിൽ ഒരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കറൻ. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ല പച്ച തേങ്ങയൊക്കെ എടുക്കരുതെന്നുണ്ട് തന്നെ ഒന്ന് ചൂടാക്കി വെള്ളമയം മാറ്റിയിട്ട് വേണം ചേർക്കറത്തേക്ക്. അത് കഴിഞ്ഞ് ടേസ്റ്റിക്കകത്ത് വെള്ളവും കൊഞ്ചം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി പൊടിച്ചെടുത്ത് ഇതുപോലെ പുട്ട് ഒട്ടാതേക്ക് ഉതിരുതിരായിരിക്കും. നല്ല ടേസ്റ്റും ആക്കും. നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇന്നത്തെ 3ാമത്തെ ദിവസത്തിൽ നൈവേദ്യം മിളക് ചാതം, വേർക്കടല ചുണ്ടൽ, അവൽപ്പുട്ട്. എല്ലാവർക്കും നവരാത്രി വിഷസ്.